മഴ തോരും മുമ്പേൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അലീനയെ സ്വന്തമാക്കാനായിട്ട് അലീനയുടെ അച്ഛനായ സ്റ്റാലിൻ വൈജയ്ക്ക് മുന്നിലേക്ക് വരുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഗോവർദ്ധൻ വെയിറ്റ് ചെയ്യാണ് ബാലചന്ദ്രൻ്റെ മടങ്ങി വരവിനായി. അതായത് നമ്മുടെ സ്റ്റാലിനുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം വരുന്നതും കാത്ത്. ഇതേ സമയമാണെങ്കിൽ ബാലചന്ദ്രൻ വന്നെത്തുകയാണ്. നമ്മുടെ ഗോവർദ്ധൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. അയാളത് ചോദിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് എന്നും കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയം തന്നെയാണ് ബാലചന്ദ്രൻ ഗോവർദ്ധനോട് തനിക്ക് ഈ വിവരങ്ങളെല്ലാം, ഈ സത്യങ്ങളെല്ലാം അറിയണോ എന്ന് ചോദിക്കുന്നത് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഗോവർദ്ധൻ്റെ അടുത്ത് ബാലചന്ദ്രൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ ഗോവർദ്ധൻ പറയാൻ പറ്റുന്നതാണെങ്കിൽ, എന്നെ വിശ്വാസമുണ്ടെങ്കിൽ ബാലേട്ടന് പറയാമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. ഒടുവിലതാ ബാലചന്ദ്രൻ നമ്മുടെ ഗോവർദ്ധനോട് സത്യം തുറന്നു പറയാനായിട്ട് പോവുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ബാലചന്ദ്രൻ ഗോവർദ്ധനെയും കൊണ്ട് ഒരു മുറിയിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് സത്യം വെളിപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. എടോ ഗോവർദ്ധ, താൻ എന്താ വിചാരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ തുടങ്ങുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഗോവർദ്ധ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ നിങ്ങളോട് കള്ളം പറയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയും. ഇല്ല ബാലേട്ട, എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. വൈജയന്തിയിലെ അവൾ പ്രസവിച്ച മകളാണ് അലീന എന്ന് പറയുന്നു. പണ്ട് അവൾ ഗംഗേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ സമയം സ്റ്റാലിൻ കൊടുത്ത ഒരു സമ്മാനമാണ് അലീന എന്ന് പറയുന്നു. ഇതേ സമയം ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, ഈ കാര്യം അലീനയ്ക്കറിയാമോ എന്ന്. ഇതേ സമയം നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അലീനയ്ക്ക് അറിയാം, അതുകൊണ്ട് തന്നെയാണ് അവൾ അവിടേക്ക് കടന്നു വന്നത് എന്ന് പറയുന്നു. ഇവിടെയാണെങ്കിൽ വൈജയജിക്ക് ഇതിനെക്കുറിച്ച് അറിയോ എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചറിയില്ല. സ്വന്തം മകളോട് ആരെങ്കിലും ഇത്രയും ശത്രുതയും വിദ്വേഷവും വെച്ച് പുലർത്തുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയം എനിക്കത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, എൻ്റെ മനസ്സിലെ ഭാരം നിന്നോടുകൂടി ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ഇനി അധികം വൈകാതെ തന്നെ വലിയൊരു സ്ഫോടനത്തിലേക്കാണ് പോകുന്നത് എന്ന് പറയുന്ന കാഴ്ചയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയം ഗോവർദ്ധനാണെങ്കിൽ ബാലേട്ടനെ സമ്മതിക്കണമെന്ന് പറയുന്നു. എന്തൊരു വലിയ ഭാരമാണ് ബാലേട്ടൻ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. വിവാഹത്തിന് മുമ്പ് ബാലേട്ടന് ഇതിനെക്കുറിച്ച് അറിയാമോ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണെങ്കിൽ ബാലചന്ദ്രൻ ചിരിച്ചുകൊണ്ട് ഉത്തരം പറയുന്നുണ്ട്, അറിയാമായിരുന്നെങ്കിൽ ഞാൻ വൈജയെ വിവാഹം കഴിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതും കാണാം. അങ്ങനെ ഗോവർദ്ധനും അലീനയുടെ രഹസ്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇവിടെ നമ്മുടെ വൈജയന്തി അലീനയെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് നാട് കടത്താനായിട്ട് വന്നെത്തുകയാണ്. ഈ സമയമാണ് നമ്മുടെ സ്റ്റാലിൻ തൻ്റെ തീരുമാനവുമായി ബാലചന്ദ്രനെ കാണാനായിട്ട് ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ അലീനയെ പുറത്താക്കാനായിട്ട് തള്ളുന്ന ആ വൈജയന്തിയുടെ കയ്യിൽ കയറി പിടിക്കുന്ന സ്റ്റാലിനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ മകളെ പുറത്തേക്ക് വലിച്ചെറിയാൻ നീ ആരാണ് എന്ന് ചോദിക്കുന്ന കാഴ്ച കാണാനായിട്ട് കഴിയും. സ്റ്റാലിനെ കണ്ടതും വൈജയന്തി വാവിട്ട് അന്തം വിട്ട് മുകളിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, എന്തു ചെയ്യണമെന്നറിയാതെ വൈജയന്തി ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് എന്ന് കാണാം. വൈജയന്തി സത്യമറിയാനായിട്ട് പോവുകയാണ് എന്നും കാണാം. അപ്പോൾ
റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.